താഴ്വാരം ഹൃദയരാഗം നീട്ടിടും നീ സ്നേഹകൂടാരം. എല്ലാ ശാലോം ടി വി പ്രേക്ഷകർക്കും ലൗഡേലിലേക്ക് സ്നേഹം പൂക്കുന്ന ഈ താഴ്വരയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നാം കാണുകയായിരുന്നു യേശു ധ്യാനമാണ് ഓരോ കുടുംബത്തിൻ്റെയും വിളി. യേശു ധ്യാനത്തിലൂടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ മനസ്സിലാക്കിയാൽ കുടുംബജീവിതം നമുക്ക് ഭാരമല്ലാതായി മാറും. മാർപ്പാപ്പ അങ്ങനെ ഒരു കൃത്യമായൊരു കാര്യം സ്നേഹത്തിൻ്റെ സന്തോഷം എന്ന അപ്പസ്തോലിക ലേഖനത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. അത് 62ാമത്തെ ഖണ്ഡികയിലാണ് പാപ്പ പറയുന്നത്. വിവാഹത്തിൻ്റെ അലംഘനീയത. ഇന്ന് ഒരുപാട് കുടുംബങ്ങൾ തകരുന്നത് ഈ ഒരു ബോധ്യമില്ലാത്തതുകൊണ്ടാണെന്ന് നമുക്കിത് വായിക്കുമ്പോൾ മനസ്സിലാവും. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്താതിരിക്കട്ടെ എന്ന് മത്തായി സുവിശേഷം 19:6 മാർപ്പാപ്പ കോട്ട് ചെയ്തിട്ട് പറയാം. മനുഷ്യവംശത്തിൻ്റെ മേൽ വെച്ച ഒരു നുകമായിട്ടല്ല ഇതിനെ കാണേണ്ടത്, പിന്നെയോ വിവാഹത്തിൽ ഒന്നിച്ചവർക്ക് നൽകപ്പെട്ട ദാനമായി കാണണം എന്ന് പറഞ്ഞാൽ ഈ കുടുംബജീവിതത്തിലെ ഐക്യത്തെ ദാനമായിട്ട് കാണണമെന്ന് പാപ്പ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് വളരെ മനോഹരമായിട്ട് തോന്നുന്നു. മാഷ്ക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് പറയാനുള്ളത്? കുടുംബത്തിലെ ഐക്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ വീണ്ടും ആവർത്തിച്ചതിന് ശേഷം വേണം നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ. ഒന്നാമതായി, സ്നേഹമാണ് കുടുംബത്തിൻ്റെ ഐക്യത്തിൻ്റെ അടിത്തറ. അതുകൊണ്ടായിരിക്കണം ഈ അപ്പസ്തോലിക ലേഖനത്തിൻ്റെ പേര് തന്നെ സ്നേഹത്തിൻ്റെ സന്തോഷം എന്ന് വരാനുള്ള കാരണം. പക്ഷേ ഈ സ്നേഹം നമുക്ക് ലഭിക്കാനുള്ള മാർഗത്തെക്കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡ് ചർച്ച ചെയ്തത്. അത് നമ്മൾ ആവർത്തിക്കണം. കാരണം യേശു ക്രിസ്തുവിൻ്റെ പീഡാസഹനവും മരണവും മുഖേന പിതാവായ ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്ന് ദൈവം വെളിപ്പെടുത്തുന്നു. അതിനെക്കുറിച്ചുള്ള പ്രഘോഷണമാണ് കെരിഗ്മ. അപ്പോൾ യേശുവിൻ്റെ മരണവും ഉത്ഥാനവും വഴി ദൈവം നമുക്ക് എന്താണ് നൽകിയത്? പരിശുദ്ധാത്മാവിനെ നൽകി. കാരണം പരിശുദ്ധാത്മാവിനെ ലഭിക്കാനുള്ള മാർഗമാണ് യേശു ക്രിസ്തു. പരിശുദ്ധാത്മാവ് നമുക്ക് എന്ത് തരുന്നു? അതാണ് റോമർ 5:5 കൃത്യമായി പറയുന്നത്. ദൈവം തൻ്റെ ആത്മാവിലൂടെ മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് ദൈവത്തിൻ്റെ സ്നേഹം ചൊരിയുന്നു. അതിനുള്ള വഴിയാണ് യേശു ക്രിസ്തു. അപ്പോൾ യേശു ധ്യാനത്തിലൂടെ യേശു ക്രിസ്തുവിലൂടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക, അതിലൂടെ സ്നേഹം കൊണ്ട് നിറയുക. ഇതാണ് കുടുംബത്തിൻ്റെ ഐക്യത്തിൻ്റെ അടിത്തറ. രണ്ടാമതായി, ഭൗതികപരമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. നമ്മളെല്ലായിടത്തും ആഗ്രഹിക്കുന്നത് ഐക്യമാണോ വേർപ്പെടലാണോ? ഇപ്പോൾ ഒരു വീട് പണിതാൽ, വീടിൻ്റെ കെട്ടിടമൊക്കെ പണിതാൽ നമ്മൾ ആഗ്രഹിക്കുന്നത് ചെതൽ പിടിച്ചിട്ട് അതിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങൾ പോകുക എന്നതാണോ? ഒരിക്കലും അല്ല. ഒരു കാർ ചെതൽ വരുമ്പോഴേക്കും നമ്മൾ അസ്വസ്ഥരാകുന്നു. നമ്മൾ ആ വീടിൻ്റെ ഭൗതികമായിട്ടുള്ള ആ വീടിൻ്റെ ഐക്യം സംരക്ഷിക്കാനായിട്ട് എന്ത് വില കൊടുത്തും ഒരു ചോർച്ച പോലും നമ്മൾ തടയും. ഒരു വാഹനം വാങ്ങിയാൽ ആ വാഹനത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ഒരുമിച്ച് നിൽക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ചെറിയ ശബ്ദം കേട്ടാൽ തന്നെ നമ്മൾ വർക്ക്ഷോപ്പിൽ പോകും. ഒരു രാഷ്ട്രം വിഘടിച്ചു പോകണമെന്നാണോ ആഗ്രഹിക്കുന്നത്? ഒരുമിച്ച് നിൽക്കണമെന്നാണോ? വ്യത്യസ്ത രാജ്യങ്ങൾ അകന്നു പോകണമെന്നാണോ? ഒരുമിച്ച് നിൽക്കണമെന്നാണോ? അപ്പോൾ ഐക്യത്തിലാണ് സന്തോഷം വരുന്നത്. അപ്പോൾ കുടുംബജീവിതത്തിലോ? അപ്പോൾ വേർപ്പെടൽ അഴുകലാണെന്നും മരണമാണെന്നും ആദ്യമേ തന്നെ നാം തിരിച്ചറിയണം. അപ്പോൾ ഐക്യം എന്ന് പറയുന്നത് സന്തോഷമാണ്. പക്ഷേ പലപ്പോഴും മുൻ 2 എപ്പിസോഡിൽ ഞാൻ തന്നെ ആവർത്തിച്ചൊരു കാര്യമുണ്ട്. വിവാഹം കഴിച്ചപ്പോൾ എൻ്റെ കാല് കെട്ടി, കുട്ടികളുണ്ടായപ്പോൾ എൻ്റെ പരിമിതപ്പെട്ടു. ഇതെങ്ങനെയാണ് ഭാരമല്ലാതെ സന്തോഷമായി മാറുന്നത്? അതിനാണ് ദൈവസ്നേഹത്തിൻ്റെ ഒരു അനുഭവമുള്ള മനുഷ്യർക്ക് മാത്രമേ ഐക്യത്തിൻ്റെ സന്തോഷം, സ്നേഹത്തിൻ്റെ സന്തോഷം, അല്ലാതെ ഭൗതികമായ സമ്പത്തിൻ്റെ സന്തോഷമല്ല. അതാണ് എൻ്റെ താല്പര്യങ്ങളും എൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ മേഖലകളൊക്കെ പോലും അവിടെ ഞാനൊരു പുതിയൊരു ഐഡന്റിറ്റിയിലേക്ക് പ്രവേശിക്കുകയാണ്. സ്നേഹിക്കുന്നതിലെ സന്തോഷം അനുഭവിക്കാൻ വേണ്ടി വിവാഹം കഴിക്കാനാണ് പരിശുദ്ധ പിതാവ് നമ്മളോട്
ഇപ്പോൾ രാഷ്ട്രത്തിനോടായാലും നമ്മൾ എന്താ ചെയ്യുന്നത്? രാഷ്ട്രത്തിൻ്റെ ഐക്യത്തിന് വേണ്ടി നമ്മുടെ ആഗ്രഹങ്ങളെ പരിമിതപ്പെടുത്തല്ലേ രാജ്യം ഉണ്ടാവും. അതുകൊണ്ടാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കുടുംബങ്ങൾക്കൊരെഴുത്ത് എന്ന് പറയുന്ന തൻ്റെ പ്രബോധനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഇന്ന് കുടുംബങ്ങൾ അപകടനിലയിലാണ്. രാഷ്ട്രവും മതവും സംസ്കാരവും എല്ലാം അടിയുറപ്പിച്ചിരിക്കുന്നത് കുടുംബത്തിലാകയാൽ കുടുംബത്തെ രക്ഷിക്കാതെ ഒന്നിനെയും രക്ഷിക്കാനാവുകയില്ല. അപ്പം ഇന്ന് ഈ രാഷ്ട്രങ്ങളിൽ കാണുന്ന ഈ വിഘടനവാദവും അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ ചുറ്റുപാടും കാണുന്ന ഓരോ സംസ്കാരങ്ങൾ ഇങ്ങനെ തമ്മിൽ തല്ലുന്ന പ്രശ്നങ്ങളുമൊക്കെ വർദ്ധിക്കുന്നതിൻ്റെ റൂട്ട് കോസ് കുടുംബത്തിലെ ഈ ഐക്യത്തിൽ വന്ന കുറവാണെന്നാണ് പാപ്പ അതിൽ സൂചിപ്പിക്കുന്നത്. ഈ ലേഖനത്തിലും അക്കാര്യം ഫ്രാൻസിസ് മാർപ്പാപ്പ ആവർത്തിക്കുന്നുണ്ട്. അപ്പം നേരത്തെ സാറ് പറയുമ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു, ശരിക്കും പറഞ്ഞാൽ ഒരു രാഷ്ട്രം എത്രമാത്രം സംസ്ഥാനങ്ങൾ ഒരുമിച്ച് നിന്ന് ആ ഒരു ഐക്യം പ്രാപിക്കുന്നത് പറയുമ്പോൾ നമുക്കത് മനസ്സിലാവുന്നുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു കുടുംബത്തിലെ ഐക്യത്തിന് എന്തുമാത്രം പ്രാധാന്യം ഉണ്ടാവൂലേ? കാരണം അതാണ് എല്ലാത്തിനും ബിൽഡ് ചെയ്യുന്നത് നമ്മൾ കാണുമായിരുന്നു. അതുകൊണ്ട് തന്നെയായിരിക്കണം മാർപ്പാപ്പ പറഞ്ഞത് ഇതൊരു ദാനമാണ്, ഒരിക്കലും ഐക്യം ഒരു ഭാരമല്ല, അനുഗ്രഹമാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു വിൻസേട്ടനോട് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. വിൻസേട്ടൻ ഒരു കുടുംബനാഥൻ, എങ്ങനെയാണ് നമ്മുടെ സാധാരണ നമുക്കിതൊക്കെ പറയാൻ എളുപ്പമാണ്, പക്ഷെ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ട്, ചിലപ്പോഴൊക്കെ മുഖമാണോ നമുക്ക് തോന്നുന്ന സന്ദർഭങ്ങളിലൊക്കെ, അതല്ലാതെ എങ്ങനെയാണ് അതിനെ ലാഘവത്തോടെ യേശുവിനോട് ചേർന്ന് നിന്ന് മുന്നോട്ട് കൊണ്ടുപോയതെന്ന് പങ്കുവയ്ക്കാം? എൻ്റെ തൊഴിൽപരമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ പണി കഴിഞ്ഞ് അവസാനിക്കുമ്പോൾ രാത്രി 12 മണിയെങ്കിലും കഴിയും. അത് കഴിഞ്ഞ് വന്ന് കിടന്നാൽ ഞാനൊരു 4-4:30 എഴുന്നേറ്റെങ്കിൽ മാത്രമാണ് എൻ്റെ മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞു വിടാനും അവർക്ക് ഭക്ഷണം തയ്യാറാക്കാനും ഒക്കെ സാധിക്കുകയുള്ളൂ. അതിന് കാരണം 19 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ 5ാമത്തെ മകൻ ജനിച്ചപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് ത്രോംബോസൈബ്ലക്സ് എന്നൊരു രോഗം പിടിപെട്ട് ഒരു കാല് നീര് വന്ന് മുട്ടുകയും അതും ഒരു പഴുപ്പുണ്ടാവുകയും ചെയ്തു. ആ പഴുപ്പ് കാരണം കൊണ്ട് തന്നെ എന്തുണ്ടായെന്ന് വെച്ചാൽ ഈ പഴുപ്പ് എല്ലാ ദിവസവും കഴുകി ഡ്രസ്സ് ചെയ്ത് മരുന്ന് വെച്ച് കെട്ടിയതിന് ശേഷം ആ കാല് മുഴുവൻ ബാൻഡേജ് ചുറ്റിയിട്ട് വേണം അവൾക്ക് എഴുന്നേറ്റ് പണികൾ തുടങ്ങണമെങ്കിൽ. അപ്പോൾ ഞാൻ തന്നെ നേരത്തെ എഴുന്നേറ്റ് എല്ലാ പണികളും കഴിഞ്ഞതിന് ശേഷം ഞാൻ അവളുടെ ഈ മുറിവ് വെച്ച് കെട്ടി ബാൻഡേജ് ചെറ്റിയതിന് ശേഷമാണ് ഞാൻ എൻ്റെ മക്കളും ഒരുമിച്ച് ഞങ്ങൾ വിശുദ്ധ കുർബാനയ്ക്കായിട്ട് പോവുക. അപ്പോൾ അവിടെ നമ്മൾ ആ ഒരു സ്നേഹം നമ്മൾക്ക് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എൻ്റെ ഈശോ എനിക്ക് എൻ്റെ ഭാര്യയെ പ്രത്യേകമായി സ്നേഹിക്കാനായിട്ട് നല്ലൊരു അവസരം തരികയാണ്, ഒരു ശുശ്രൂഷിക്കാനായിട്ട്. ആദ്യമായിട്ട് എൻ്റെ ഭാര്യയെ ശുശ്രൂഷിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം ആരംഭിക്കാനായിട്ടുള്ള ഒരു അവസരം തമ്പുരാൻ നന്നായിട്ടാണ് ഞാൻ പലപ്പോഴും കാണാറ്. പലപ്പോഴും ഞാൻ ആ മുറിവൊക്കെ കണ്ടിട്ട് വളരെയധികം വേദനയോടെ ഞാൻ ഈശോയോട് പറയാറുണ്ട്, ഈശോയെ ഇത് അവൾക്കൊന്ന് സൗഖ്യമാക്കി കൊടുക്കണേന്നൊരു പ്രാർത്ഥന എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ ഒരു 15 വർഷത്തോളമായിട്ടുള്ള ഒരു മുറിവ് ഇതുവരെ ഒരു മാറ്റം വരാതെ അതുപോലെ തന്നെ തുടരും. ഡോക്ടർമാർ പറയുന്നത് അതുപോലെ തന്നെ തുടരുള്ള കാരണം എന്ന് വെച്ചാൽ ബ്ലഡിൻ്റെ സർക്കുലേഷൻ ശരിയാവാത്തത് കൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും എൻ്റെ ഭാര്യയെ ശുശ്രൂഷിക്കാനായിട്ടൊരു അവസരം ഉണ്ടാവണം. ഇതൊക്കെ എൻ്റെ മക്കൾ കാണുന്നുണ്ട്, അവരത് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ മനസ്സിലൊരു ഇതുള്ളതെന്ന് വെച്ചാൽ അപ്പച്ചൻ തന്നെ ചെയ്താൽ അത് അതിൻ്റേതായിട്ടുള്ള പൂർണ്ണതയിൽ വരുള്ളൂ. അപ്പോൾ ചിലപ്പോൾ എനിക്ക് പറ്റാത്ത അവസരം വന്നാലും അത് എൻ്റെ ഭാര്യയും അല്ലെങ്കിൽ മക്കളൊക്കെ ആയിട്ട് അത് ചെയ്യാറുണ്ട്. അവിടെ അങ്ങനൊരു സ്നേഹം പ്രകടിപ്പിക്കാനായിട്ട് നമുക്ക് ഒരു അവസരം ഉണ്ടാകുന്നു. വിൽസേട്ടൻ അതൊരിക്കലും ഭാരമായിട്ട് അനുഭവപ്പെട്ടിട്ടില്ല, സ്നേഹപൂർവ്വം 15 വർഷം ശുശ്രൂഷിക്കുന്നു എന്നുള്ളത്. ഇന്ന് നിസ്സാര പ്രശ്നങ്ങൾ വരുമ്പോഴേക്കും ആളുകൾ എനിക്ക് പരിചയമുള്ളൊരു കുടുംബം വിവാഹം കഴിഞ്ഞ് അധികം നാളായിട്ടില്ല, ഭാര്യയ്ക്ക് രോഗമുള്ളതിൻ്റെ പേരിൽ 6 മാസത്തിനുള്ളിൽ ക്യാൻസർ ബാധിതയായിട്ട പെൺകുട്ടി അവളെ ഉപേക്ഷിച്ചിട്ട് പോയി. അവർക്കിപ്പോൾ ക്യാൻസർ ട്രീറ്റ് ചെയ്ത് അവർ സുഖപ്പെട്ടു, എങ്കിൽ പോലും ആ വ്യക്തിക്ക് ആ ഭാരം എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് ഈ ഒരു വിവാഹത്തിലെ ഐക്യം ദാനമാണെന്ന് ബോധ്യമുള്ളവർക്ക് മാത്രമാണ് അല്ലേ? അത് മാത്രമല്ല, ഇപ്പോൾ ജീവിത പങ്കാളിക്കോ മക്കൾക്കോ ഒരു അസുഖം വന്നാൽ അവരെ സ്നേഹിക്കുന്നതിലൂടെ, ഇപ്പോൾ വിൻസെൻ്റ് ചേട്ടൻ്റെ അനുഭവം പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, നേരത്തെ പറഞ്ഞു വിൻസെൻ്റ് ചേട്ടൻ്റെ മക്കൾക്ക് വിൻസെൻ്റ് ചേട്ടനോട് ഭയങ്കര സ്നേഹമുണ്ടെന്ന്. അതിൻ്റെ കാരണം മാർപ്പാപ്പ പറയുന്നതാണ്. കാരണം ഭാര്യയെ ഭർത്താവ് സ്നേഹിക്കുന്നത് കാണുമ്പോഴാണ് മക്കൾക്ക് മാതാപിതാക്കളോട് സ്നേഹം ഉണ്ടാവുക എന്നുള്ളൊരു കാര്യം. പിന്നെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ലെന്നുള്ള ഒരു കാരണം അപ്പനമ്മേനെ ഉപേക്ഷിക്കണില്ല. രണ്ടാമത്തെ കാര്യം,
ഇതെങ്ങനെയാ പറ്റണമെന്ന് ചോദിക്കുക ആൾക്കാർ. ഓ, കാരണം പുറമേ നിന്ന് നോക്കുമ്പോൾ എനിക്ക് പോലും പേടി തോന്നുന്നു. അതിനൊരു കാരണമുണ്ട് ഡോക്ടറെ. അതായത് ഒരിക്കൽ ഒരു അമ്മയോട്, അമ്മ കുഞ്ഞിനെ എടുത്തുകൊണ്ട് മല കയറാണ്. അപ്പോൾ കുഞ്ഞിനോട് അമ്മയോട് ചോദിച്ചു, ഈ 7-8 കിലോ ഭാരമുള്ള ഈ കുഞ്ഞിനെ എങ്ങനെയാണ് ഈ ചുമലിൽ എടുത്ത് ഈ മല കയറാൻ പറ്റണേ? അപ്പോൾ അമ്മ ആ ചോദിച്ച ആളോട് പറഞ്ഞു അത്രേ, ഈ 8 കിലോ ഭാരമുള്ള ഒരു കല്ല് എനിക്ക് ചുമലിലിട്ടിട്ട് ഇത് കയറാൻ പറ്റില്ലേ? പക്ഷേ എനിക്ക് കുഞ്ഞിനോടുള്ള സ്നേഹം ഭാരത്തെ അറിയുന്നില്ല. അതാണ് എൻ്റെ മാർപ്പാപ്പ ഇതിലെ ഈ നമ്മുടെ ക്രൈസ്തവ ദൈവത്തിൻ്റെ ഈ സ്നേഹം, ഈ കിരിഗ്മ ആഴത്തിൽ പരിശീലിപ്പിക്കപ്പെടണം ഓരോ കുടുംബത്തിലെന്ന് പറയുന്ന കാര്യമാണിത്. ദൈവത്തിലൂടെ വെളിപ്പെട്ട ആ സ്നേഹം അത് ഓരോ മനുഷ്യർ തങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതാണ്. നമ്മളിപ്പോൾ ഒരു വീഡിയോ കാണുകയാണ്. ഇതുപോലെ വർഷങ്ങളായി രോഗിയായി കിടക്കുന്ന തൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്ന ശുശ്രൂഷിക്കുന്ന നിരുപാധികം ശുശ്രൂഷിക്കുന്ന ഒരു ഭർത്താവിനെ കുറിച്ചുള്ള ഒരു വീഡിയോ, നമുക്കത് കാണാം. ഇത് തിരുവല്ല സ്വദേശി സജി കോട്ടുവിരുത്തി. 1992 സജി റെനിത സൂസൻ മാത്യുവിനെ വിവാഹം ചെയ്തത്. ആദ്യ പ്രസവത്തിൽ 2 കുഞ്ഞുങ്ങളെ നൽകി ദൈവം ഇവരെ അനുഗ്രഹിച്ചു. മൂന്നാമതൊരു കുഞ്ഞിനായി കാത്തിരിക്കുമ്പോഴാണ് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എന്ന അപൂർവ രോഗം റെനിതയെ തളർത്തുന്നത്. പടിപടിയായി രോഗം കീഴടക്കിയപ്പോൾ റെനിത തളർന്നുപോയി. കഴിഞ്ഞ 12 വർഷമായി ഒരേ കിടപ്പായിരുന്നു. മറ്റാരെയും ഏറെയൊന്നും ബുദ്ധിമുട്ടിക്കാതെ റെനിതയെ ശുശ്രൂഷിച്ചതും 3 മക്കളെയും വളർത്തിയതും സജിയാണ്. രോഗം തളർത്തിയ റെനിതയുടെ സമീപം പ്രാർത്ഥിച്ചും ശുശ്രൂഷിച്ചും സജി സ്നേഹത്തിൻ്റെ ഒരപൂർവ മാതൃകയായി മാറി. വെളുപ്പിന് 4 മണിക്ക് എണ്ണിക്കും, 4:30 വരെ നിശബ്ദമായിട്ട് പ്രാർത്ഥിക്കും. ആദ്യകാലങ്ങളിൽ റെനിതയും ഞാൻ ഒരുമിച്ചിരുന്നാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ മറുപടി പറയാൻ സാധിക്കാത്തത് കൊണ്ട് നിശബ്ദമായിരിക്കുന്നു. അങ്ങനെ ജപമാലയും വ്യക്തിപരമായ പ്രാർത്ഥന എല്ലാം ശേഷം 4:30 ഞാൻ കിച്ചണിലേക്ക് പ്രവേശിക്കും. ചായ ഉണ്ടാക്കും, പിള്ളേർക്ക് ഭക്ഷണത്തിനുള്ള ചോറ് ചൂടാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ഒരു 5:30 അടുക്കളയിൽ നിന്ന് പ്രവേശിച്ച് പുള്ളിക്കാരത്തെ ശുശ്രൂഷിക്കുക. പ്രത്യേകിച്ച് ക്ലീൻ ചെയ്യുന്നതിനായിട്ട് രാവിലെ ടോയ്ലറ്റിൽ കൊണ്ടുപോകണം. നന്നായി കുളിപ്പിച്ച് ഡയപ്പർ കെട്ടിച്ച് കിടത്തി ഒരു 6:15 ആകുമ്പോൾ വീട്ടിലെ ശുശ്രൂഷകൾ കഴിയും. പിന്നെ എല്ലാ വീട്ടിൽ പ്രഭാത പ്രാർത്ഥന മുടങ്ങാറില്ല, മുടക്കാനൊക്കത്തില്ല, അത് നിർബന്ധമാണ്. മിണ്ടാമടത്തിൽ പോകാൻ സമയം കിട്ടുന്നതനുസരിച്ച് 6:20 ആകുമ്പോൾ ഞാൻ വീട്ടിൽ നിന്നിറങ്ങും. മിണ്ടാമടത്തിൽ പോയി കുർബാന അർപ്പിക്കും. ഞായറാഴ്ച ദിവസങ്ങളിൽ എൻ്റെ ഇടവക പള്ളിയിലെ കുർബാനയ്ക്ക് പോവുകയുള്ളൂ. എൻ്റെ ഇടവകയായ സെൻറ്റ് ജോൺസ് കത്തീഡ്രൽ, അവിടെ ഗായക സംഘം ലീഡ് ചെയ്യുകയും. കുടുംബത്തിൻ്റെ അൾത്താരയാണ് അമ്മയെന്ന് സജി ജീവിതം കൊണ്ട് തെളിയിച്ചു. 21 വർഷത്തെ സഹന ജീവിതത്തിനൊടുവിൽ 2018 ഫെബ്രുവരി 26 നിത്യസമ്മാനത്തിനായി ദിവ്യനാഥൻ്റെ അരികിലേക്ക് റെനിത യാത്രയായി. നമ്മൾ ഈ വീഡിയോയിൽ കണ്ടതുപോലെ ഈശോയുമായിട്ടുള്ള ബന്ധമാണ് ആ വ്യക്തിയെ ഇത്രയും വലിയ ഒരു ശുശ്രൂഷ ചെയ്യാനായിട്ട് അദ്ദേഹത്തെ സഹായിക്കുന്ന അദ്ദേഹം അതിൽ നമ്മളെ ഓർമ്മിപ്പിക്കുകയായിരുന്നു. അപ്പോൾ ഈ യേശു ധ്യാനം, അല്ലെങ്കിൽ യേശു നമ്മുടെ ഈ കുടുംബജീവിതത്തിൽ നമ്മുടെ കൂടെ നടക്കുന്നുണ്ട് എന്ന് നമ്മെ വചനത്തിൽ നമ്മൾ ഒരുപാട് ഭാഗത്ത് കാണുന്നുണ്ട്. ഒരുപാട് കുടുംബങ്ങൾ ഈശോ ഇടപെടുന്നതായിട്ട് നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. സിസ്റ്റർക്ക് അതിനെക്കുറിച്ച് എന്താണ് ഓർമ്മ വരുന്നത്? അത്തരം നമ്മൾ ആ വീഡിയോയിൽ കണ്ട പോലെ അദ്ദേഹം ദിവസം തുടങ്ങുന്നത് ജപമാല ചൊല്ലിയിട്ടാണ്.
ജപമാല ചൊല്ലുക എന്ന് പറഞ്ഞാൽ മറിയത്തോടൊപ്പം യേശുവിൻ്റെ ജീവിത രഹസ്യങ്ങളെ ധ്യാനിക്കുക എന്നതാണ്. ഈ യേശു ധ്യാനം തന്നെയാണ് അദ്ദേഹത്തെ ഈ ഒരു ജീവിതം കൊണ്ടുപോകാനായിട്ട്, സന്തോഷത്തോടു കൂടി കൊണ്ടുപോകാനായിട്ട്, ദൈവം ആഗ്രഹിക്കുന്ന ആനന്ദത്തോടു കൂടി കൊണ്ടുപോകാനായിട്ട് അദ്ദേഹത്തെ ശക്തിപ്പെടുത്തുന്നത്. ഈശോയുടെ ജീവിതത്തിലുടനീളം നമുക്ക് കാണാം, ഏതെങ്കിലും കുടുംബങ്ങളിൽ കുറച്ച് വേദന അനുഭവിക്കുന്നുണ്ടോ, തീർച്ചയായിട്ടും ഈശോ അതിൽ ഇടപെട്ടിരിക്കും. നമുക്ക് ആദ്യമായി നമ്മൾ കാണുന്ന ഇതാണ് കാനായിലെ കല്യാണ വിരുന്ന്. അമ്മ പറഞ്ഞു, ഉടനെ അതിൽ പോയി ഈശോ ഇടപെട്ട് അത് അവരുടെ ക്രൈസിസിനെ അതിജീവിക്കാനുള്ള ശക്തി കൊടുത്തു. അതുപോലെ തന്നെ നമുക്ക് കാണാം ലാസറിൻ്റെ, ഈശോ ആശ്വസിക്കാൻ പോയിരുന്ന സ്ഥലമാണ് ലാസറിൻ്റെ വീട്. ശരിക്കും അവിടെ അവരുടെ സാഹോദര്യം ഈശോ ആസ്വദിച്ചിരുന്നു. ഒപ്പം അവർ വേദനിച്ചപ്പോൾ ഈശോ ആകെ ഒരു സ്ഥലത്തെ കരയണതായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ അവരുടെ വേദനയിൽ ഈശോ പങ്കുചേർന്ന് അവരെ ആശ്വസിപ്പിച്ച് ലാസറിനെ ഉയർപ്പിച്ച് സഹോദരിമാർക്ക് തിരിച്ചു കൊടുത്തു. അങ്ങനെ നമുക്ക് കാണാം പത്രോസിന് അമ്മായിമ്മയ്ക്ക് വയ്യ. അപ്പോൾ അവിടെ അമ്മായിമ്മയ്ക്ക് അസുഖം മാറേണ്ടത് അത്യാവശ്യമാണ് ഈശോയ്ക്ക് ബോധ്യമായതുകൊണ്ട് ഈശോ അപ്പം തന്നെ അസുഖം മാറ്റി കൊടുത്ത് യേശു കുടുംബജീവിതങ്ങളിൽ വളരെ ആഴത്തിൽ ഇടപെടുന്ന ഒത്തിരി സംഭവങ്ങൾ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും, പാപിനിയായ സ്ത്രീ പിടിക്കപ്പെട്ടിട്ട് ഈശോയുടെ മുമ്പിൽ കൊണ്ടെത്തുമ്പോൾ ഈശോ വളരെ ആർദ്രതയോടുകൂടി ആ സ്ത്രീയെ നോക്കുന്നതും അവളോട് ആ കരുണ മുഴുവനായിട്ടും ഒഴുക്കുന്നതും, ആ ഒരു ഒറ്റ നോട്ടം മതിയായിരുന്നു അവളെ ജീവിതം മുഴുവനും അവളുടെ മനസ്സിൽ സ്ക്രീൻ പോലെ തെളിഞ്ഞു വന്നു. തൻ്റെ തെറ്റിനെ കുറിച്ച് പശ്ചാത്തപിക്കാനും മാറ്റം വന്ന് പിന്നെ നമ്മൾ കാണുന്നത് ഈശോയുടെ കുറിച്ച് എവിടെയെല്ലാം പ്രഘോഷിക്കപ്പെടുന്നോ അവിടെയെല്ലാം അവളുടെ നാമം. ഈ വചനം, യേശു ധ്യാനം നമ്മെ നമ്മളുടെ കുറവുകൾ കണ്ടെത്താനും സഹായിക്കുന്നു എന്നുള്ളതാണ് അതിൽ നമ്മൾ തീർച്ചയായിട്ടും മാർപ്പാപ്പ ഇങ്ങനെ പറയുന്നുണ്ടെന്നാണ് ഈ ബുക്കില്. കാരണം യേശുവിൻ്റെ ഉദാരത നിറഞ്ഞ സ്നേഹത്തോടെയുള്ള കണ്ടുമുട്ടലുകൾ, ഒരുപാട് സിസ്റ്റർ ഇവിടെ ബൈബിളിലെ രംഗങ്ങൾ നമുക്ക് വിശദീകരിച്ചു. ഈ കണ്ടുമുട്ടലുകൾ പലപ്പോഴും നമ്മളെ തെറ്റിൽ നിന്ന് സ്നേഹത്തിലേക്കും നന്മയിലേക്കും നയിക്കുന്ന മാർപ്പാപ്പോടെ ചേർത്ത് വെക്കുന്നുണ്ട്. പക്ഷെ അതൊന്ന് അതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചില ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്, വിശുദ്ധ കുർബാന ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഉച്ചയും ഉറവിടവുമാണ്. ചിലർ തെറ്റിദ്ധരിക്കുന്നത് ആ കുർബാന കണ്ടാൽ എല്ലാം കഴിഞ്ഞു എന്നാണ്. പക്ഷേ ആ കുർബാന നമുക്ക് അനുഭവിക്കണമെങ്കിൽ ഒരു ദീർഘമായ യാത്രയുണ്ട്. ആ യാത്ര എന്താണ്? ആ യാത്ര എന്ന് പറയുന്നത് ആണ് യേശു 3 കൊല്ലത്തെ ജീവിതം കൊണ്ട് കാണിച്ചു തന്ന യാത്ര. അദ്ദേഹം ഏർലി മോർണിംഗിൽ പകലെണീറ്റ് പിതാവുമായി സംസാരിക്കും, രാത്രി നേരം വൈകി പിതാവുമായി സംസാരിക്കും. അപ്പോൾ ഒന്നാമത്തെ കാര്യം, പിതാവായ ദൈവവുമായി വ്യക്തിപരമായൊരു ബന്ധം സ്ഥാപിക്കുകയും യേശുവിനെ ക്രമേണ ഇതിലൂടെ അനുകരിക്കണം. ചിലരുടെ വിചാരം ധ്യാനം എന്ന് പറഞ്ഞാൽ യേശുവിനെ കുറിച്ച് കേൾക്കലും മാത്രമാണെന്നാണ്. അപ്പം ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. എൻ്റെ വീടിന് അവിടെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. അവന് സിനിമാ നടൻ ജയനോട് ആരാധനയാണ്. അപ്പോൾ സിനിമാ നടൻ ജയനോടുള്ള ആരാധന മൂത്ത് അദ്ദേഹം എന്ത് ചെയ്യും? ജയൻ ഇടുന്ന പോലെ വസ്ത്രം ഇടും, ജയൻ നടക്കുന്നത് പോലെ നടക്കും, ജയൻ പറയുന്നത് പോലെ പറയും, ജയൻ സിഗരറ്റ് വലിക്കുന്നത് പോലെ സിഗരറ്റ് വലിക്കും. അപ്പോൾ ആരാധന ഉണ്ട് എന്നതിൻ്റെ തെളിവ് അനുകരണമുണ്ടെന്നാണ്. അപ്പോൾ ഇങ്ങനെ അനുകരിച്ച് വിശുദ്ധ കുർബാന എന്ന പൂർണ്ണതയിലേക്ക് എത്തി വീണ്ടും ജീവിതത്തിലേക്ക് കടന്നു വന്ന് വീണ്ടും യാത്രയുണ്ട്. ഈ യാത്രയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് ദൈവത്തിൻ്റെ സ്നേഹം അറിയുക. അതിന് ചില വഴികളിൽ നിർണായക കാര്യമാണ് സിസ്റ്റർ നേരത്തെ സൂചിപ്പിച്ചത്, പാപിനിയായ സ്ത്രീയോടുള്ള പെരുമാറ്റം. അപ്പം എന്തിനാണ് വചനപ്രഘോഷണം നമ്മൾ ശ്രദ്ധിക്കണേ? എന്തിനാണ് ഈ ലൗഡയിൽ എന്ന എപ്പിസോഡ് കാണുന്നത്? എന്തിനാണ് മാർപ്പാപ്പയുടെ ഈ ഗ്രന്ഥം വായിക്കുന്നത്? അതിനൊരു കാരണമുണ്ട്. ഹെബ്രായ ലേഖനത്തിൽ 4-ാം അധ്യായം 12-ാം തിരുവചനം പറയുന്നത്, ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവും ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതുമാണ്. അത് മനുഷ്യൻ്റെ സന്ധിബന്ധങ്ങളിലൂടെയും മജ്ജയിലൂടെയും മാംസത്തിലൂടെയും പ്രവേശിച്ച് അവസാനം ഒരു സ്ഥലത്ത് എത്തിച്ചേരും. അത് മനുഷ്യൻ്റെ ഹൃദയമാണ്. അവിടെ ചെല്ലുമ്പോഴാണ് നമ്മുടെ വിചാരം എന്താണ്, നമ്മുടെ നിയോഗം എന്താണ്, നമ്മുടെ പ്രവൃത്തികൾ എന്താണ്, അതിനെ മനസ്സിലാക്കാനും അതിനെ തിരുത്താനും യേശുവിൻ്റെ ആ നോട്ടം അനുഭവിക്കാനും അതിലാ യേശുവിൻ്റെ കരുണയുടെ മുമ്പിൽ നമ്മുടെ പാപം ഏറ്റുപറയാനും. അങ്ങനെയാണ് കുമ്പസാരത്തിലേക്ക് പോകേണ്ടത്. ദൈവവചനം എന്ന് പറയുന്നത് തെറ്റുതിരുത്തലിനുള്ളതാണ്. ആരുടെ?
നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കുന്നത് മറ്റുള്ളവരെ വിധിക്കാനാണ്. സ്വയം വിധിക്കാൻ വേണ്ടി ദൈവം തന്നിട്ടുള്ളൊരു കണ്ണാടിയാണത്. ദൈവ ആരാധന നമ്മളെ അനുകരണത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നു. അപ്പോൾ നേരത്തെ വിൽസൺ ചേട്ടൻ പറയായിരുന്നു ദൈവത്തിൻ്റെ സ്നേഹം, ദൈവം എങ്ങനെയാണ് സ്നേഹിക്കുന്നത് മക്കൾ ചോദിച്ചപ്പോൾ വിൽസൺ ചേട്ടൻ പറഞ്ഞു, നിങ്ങൾ എന്നെ നോക്കിക്കോ, ഞാൻ നിങ്ങളെ എങ്ങനെയാണ് സ്നേഹിക്കുന്നത് അതുപോലെയാണ് സ്വർഗസ്ഥനായ പിതാവ് നമ്മളെ സ്നേഹിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ വലിയ കുടുംബത്തിൻ്റെ വളർത്തലിൽ, മക്കളെ വളർത്തുന്നതിലൊക്കെ ഒരുപാട് യേശു ഇടപെട്ട അനുഭവം വിൽസൺ ചേട്ടന് പങ്കുവയ്ക്കാൻ കാണും. യേശുവുമായിട്ടുള്ള ഈ ബന്ധം അല്ലെങ്കിൽ യേശു ധ്യാനം എത്രമാത്രം ഈ കുടുംബജീവിതത്തിലെ പ്രതിസന്ധികളുടെ നടുവിൽ ഒരു താങ്ങായി വിൽസേട്ടനെ സഹായിച്ചു എന്നൊന്ന് പങ്കുവയ്ക്കാമോ? ഞാൻ ഒരിക്കൽ എൻ്റെ മക്കൾ, ഒരാൾ +2 പഠിക്കുക, ഒരാൾ SLC പരീക്ഷയുള്ള പരീക്ഷയുടെ സമയങ്ങൾ. ആ സമയത്ത് അവർക്ക് മഞ്ഞപ്പിത്തം എന്ന രോഗം പിടിപെട്ട് ഒരാൾ അമല ആസ്പത്രിയിൽ 4ാം നിലയിലും ഒരാൾ 6ാം നിലയിലും അഡ്മിറ്റായിട്ട് കിടക്കുമ്പോൾ ഞാൻ മാത്രം അവരെ ശുശ്രൂഷിക്കാനായിട്ട് മാറി. ഒരാളാണ്, ഒരു മൂത്ത മോളും രണ്ടാമത്തെ മോനാണ് അങ്ങനെ പെടും. മറ്റ് 2-3 പേർക്ക് അതുമാതിരി മഞ്ഞപ്പിത്തത്തിൻ്റെ ചെറിയ ശാഖയായിട്ട് അവർ വീട്ടിലുമുണ്ട്. അങ്ങനെ അവരെ ശുശ്രൂഷിക്കാനായിട്ട് ഞാൻ അവിടെ അമലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങി നടക്കുന്ന സാഹചര്യം. ഈ സാഹചര്യത്തിൽ ശരിക്കും പറയുകയാണെങ്കിൽ നല്ല ഈ ബ്ലഡ് ടെസ്റ്റും ഇതൊക്കെയായിട്ട് കുറേ പൈസയും ചിലവുള്ളതാണ്. ആ സമയത്ത് ഞാനാണെങ്കിൽ സാമ്പത്തികമായിട്ട് സ്വല്പം ഞെരുങ്ങുന്ന ഒരവസ്ഥ. ഇങ്ങനെയുള്ളൊരു അവസ്ഥയിലാണ് ഞാൻ എന്നെ ഒരു സുഹൃത്ത് കണ്ടുമുട്ടുക. ഈ മക്കൾക്കൊക്കെ ഇത്രയും അസുഖമായിട്ട് പോലും ഇത്രയും ചുറുചുറുക്കോടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഓടി നടക്കാനായിട്ട് എങ്ങനെ കഴിയുന്നു എന്ന് ചോദിക്കുക. എനിക്ക് അവരോടൊക്കെ പറയാനായിട്ട് ഒരേ ഒരു ഇത് മാത്രമേ ഉള്ളൂ, ഈശോയുടെ വലിയ കൃപ മാത്രമേ അത് എന്നെ ഈ വഴി നടത്തുന്നത്, ഈശോയുടെ കൃപ മാത്രം. അപ്പോൾ ഈ സാമ്പത്തിക ഞെരുക്കം വന്നപ്പോൾ ഞാൻ അത്ഭുതകരമായിട്ട് ഒരു ഇടപെടലുണ്ട്. ആ സമയം ആ പരീക്ഷയുടെ അവസരം കഴിഞ്ഞ് തൊട്ടടുത്ത് വരുന്ന ഒരു നമ്മുടെ ഈസ്റ്ററിൻ്റെ കാലഘട്ടമായിരുന്നു. ആ ഈസ്റ്ററിൻ്റെ മുന്നേ തന്നെ വിൻസെൻ്റ് ചേട്ടന് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ, ഞാൻ ആളിനെ അറിയുക പോലും ചെയ്യില്ല, എന്നെ അന്വേഷിച്ച് വന്നിട്ട് 5000 രൂപ എൻ്റെ കയ്യിൽ തരുമായിരുന്നു. ഞാൻ ആളിനറിയില്ല, ആരെ തന്നതെന്ന് എനിക്കറിയില്ല. ഒരാളിന് വിൻസെൻ്റ് ചേട്ടന് ഈ പൈസ തരാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരാൾ എൻ്റെ കയ്യിൽ 5000 രൂപ തന്ന് ഏൽപ്പിക്കുകയായിരുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ആ സമയത്ത് ആ ആശുപത്രിയിലെ എല്ലാ ഇടപാടുകളും തീർക്കാനായിട്ട് എനിക്ക് സാധിച്ചു. അസുഖം മാറിയിട്ടൊന്നുമല്ല, ഡിസ്ചാർജ് ചെയ്ത് പോരേണ്ടി വന്നു, കാരണം പരീക്ഷ തുടങ്ങുകയാണ്. അപ്പോൾ ഈ ആസ്പത്രിയിൽ നിന്ന് നിർബന്ധപൂർവ്വം ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഞാൻ അവരുടെ പരീക്ഷയ്ക്ക് പറഞ്ഞയക്കുക ചെയ്തത്. ആ പരീക്ഷ വളരെ അത്ഭുതകരമായി തന്നെ ആ പരീക്ഷ അവർ വിജയിക്കും. ഞാൻ തീർച്ചയായിട്ടും എൻ്റെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മൂത്ത മോൻ 10ാം ക്ലാസ്സിലായിരുന്നു. അവൻ തോറ്റു പോകുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അവന് ഒരു 72% മാർക്കോടുകൂടി അവൻ പാസ്സാവുകയാണ് ചെയ്തത്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അവൻ ജയിക്കുമെന്ന്. ഞാൻ വളരെയധികം ഒരു ഉത്കണ്ഠയോട് കൂടിയിട്ട് ഞാൻ പ്രതീക്ഷിച്ചൊരു കാര്യം ഞാൻ അവൻ്റെ അധ്യാപകരോട് പറയും കൂടി ചെയ്തു, അവൻ തോൽക്കാനാ സാധ്യത. വിൻസെൻ്റ് ചേട്ടൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട, അവൻ തോൽക്കില്ല. കാരണം എന്താ വെച്ചാൽ അവൻ പകൽ മുഴുവൻ കെടുക്കുക. ഈ അസുഖത്തിൻ്റെ ഇതിൽ പരീക്ഷ കഴിഞ്ഞ് വന്ന കിടപ്പ്, പിന്നെ പരീക്ഷയാകുമ്പോൾ അവൻ ഓട്ടോറിക്ഷയിലാണ് ആശുപത്രിയിൽ പരീക്ഷയ്ക്ക് പോയിരുന്നത്. ഇങ്ങനെ ഈ പരീക്ഷയുടെ ദിവസങ്ങൾ മുഴുവൻ അവൻ ഇതേ രീതിയിലാണ് പോയി പരീക്ഷ എഴുതി വന്നിരുന്നത്. ഞാൻ അവന് എഴുതാൻ പറ്റിയിരുന്നോ എന്ന് പോലും ഞാൻ ചിന്തിച്ചു പോയി. അവൻ 72% മാർക്കോടുകൂടി പാസ്സായി. അവന് നല്ല സ്കൂളിൽ തന്നെ അഡ്മിഷനും കിട്ടി +2. ദാമ്പത്യ ഐക്യത്തിൻ്റെ അടിസ്ഥാനം യേശുധ്യാനമാണെന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കിയായിരുന്നു. പുതിയ തലമുറ ഇന്ന് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾക്ക് പിറകെ ഓടുമ്പോൾ പക്ഷേ അവരോട് നമുക്ക് അവസാനമായിട്ട് എന്താണ് പ്രധാനമായിട്ടും പറയാനുള്ളത്? പഴയ തലമുറയ്ക്ക് പ്രശ്നങ്ങളുണ്ടായാൽ, പ്രതിസന്ധികളുണ്ടായാൽ അവർക്ക് യേശുവാണ് അടിത്തറ എന്ന് മനസ്സിലാക്കി യേശുവിലേക്ക് നീങ്ങിയിരുന്നു. പക്ഷേ ഇപ്പോൾ പുതിയ തലമുറയ്ക്ക് മനഃശാസ്ത്രജ്ഞന്മാരും മറ്റുള്ളവരും വ്യത്യസ്ത രീതികളിലാണ് നിർദ്ദേശങ്ങൾ നൽകുന്നത്. ഉദാഹരണമായി ഒരു വിദേശ ടൂർ പോവുക, അല്ലെങ്കിൽ യാത്ര സംഘടിപ്പിക്കുക, അല്ലെങ്കിൽ ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുക. ഇതൊക്കെ യാഥാർത്ഥ്യമാണ്, നല്ലതാണ്. പക്ഷേ ഈ യാഥാർത്ഥ്യത്തിന് ഉപരി അടിത്തറയിൽ കിടക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. അത് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ടല്ലോ, മർത്ത നീ പലവിധ കാര്യങ്ങളിൽ വ്യഗ്രചിത്തയാണ്, എന്നാൽ മറിയം നല്ലത് മാത്രം തിരഞ്ഞെടുത്തു. ആ നല്ലത് തിരഞ്ഞെടുക്കുന്നതിൻ്റെ ഒരു അനുഭവം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഇത്
കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാല നേതാവായിരുന്ന സിസ്റ്റർ ക്ലിയോപാട്ര പറഞ്ഞൊരു കഥയാണ്. ഒരു ഗ്രാമപ്രദേശത്ത് അവർക്ക് ഒരു കാറ് എങ്ങനെയോ ലഭിച്ചു. അവർക്കത് ഓടിക്കാൻ അറിഞ്ഞുകൂടാ. അപ്പോൾ അവർ കാറിൽ ആളുകളെ കയറ്റിയിരുത്തി മുൻപിൽ കുറച്ച് ആളുകളെ വലിക്കും, പിന്നിൽ കുറച്ച് ആളുകൾ തള്ളും. അങ്ങനെയാണ് ഈ വണ്ടി കൊണ്ടുപോയിരുന്നത്. 2 കൊല്ലം ഈ രീതിയിൽ തുടർന്ന് കാർ ഓടിക്കാൻ അറിയുന്ന ഒരാൾ ആ ഗ്രാമത്തിൽ ചെന്നുപെട്ടു. അയാൾ പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ബുദ്ധിമുട്ടുന്നത്? ഈ താക്കോലിട്ട് തിരിച്ചാൽ ഈ കാറ് അനായാസം മുന്നോട്ട് പോകും. അതുപോലെ കുടുംബജീവിതം തുറക്കാനുള്ള അടയ്ക്കാനുള്ള താക്കോലാണ് യേശുക്രിസ്തു. അതൊഴികെ ബാക്കിയെല്ലാം ചെയ്യുന്നു, അതിനെ മാത്രം അവഗണിക്കുന്നു എന്നതാണ് പുതുതലമുറയുടെ ഒരു ട്രെൻഡ്. അതിനെ തിരുത്താനാണ് മാർപ്പാപ്പ ഈ ലേഖനം എഴുതുന്നത്. നമ്മൾ ഈ ലേഖനത്തിൽ പാപ്പ പറയുന്നു, ദൈവത്തിൻ്റെ കരുണാപൂർവമായ സ്നേഹം എപ്പോഴും നമ്മുടെ മാനുഷിക യാത്രയോട് കൂടിയുണ്ട്. 62-ാം ഖണ്ഡികയിൽ പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളിന്ന് പ്രധാനമായും ചർച്ച ചെയ്തത് ഈ വിവാഹത്തിലെ ഐക്യം അത് ഭാരമുള്ളതല്ല, അത് ദാനമാണ്. അത് നമുക്ക് അനായാസം മുൻപോട്ട് പോകാൻ നമ്മെ സഹായിക്കുന്നതാണ് യേശുധ്യാനം. യേശുവിനോടുള്ള ആ ചേർന്നുള്ള ജീവിതം. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തതുപോലെ വിശുദ്ധ കുദാശകളിൽ നമ്മൾ പങ്കെടുക്കുമ്പോഴും വിശുദ്ധ കുർബാനയിൽ നമ്മൾ സജീവമായി പങ്കെടുക്കുമ്പോഴും വചനധ്യാനത്തിലൂടെയുമെല്ലാം ഈ യേശുധ്യാനം, അങ്ങനെ പിതാവായ ദൈവം നമ്മെ എത്രമാത്രം സ്നേഹിക്കുന്നു, ഈ അനന്ത സ്നേഹത്തെക്കുറിച്ചുള്ള അറിവ്, ആ സ്നേഹമാണ് നമ്മുടെ കുടുംബങ്ങളുടെ അടിത്തറ. ആ ബോധ്യം നമ്മുടെ ജീവിതങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തട്ടെ. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ ഈശോയുമായിട്ടുള്ള ഈ യേശു കൂടെയുണ്ടെന്നുള്ള ഈ ബോധ്യം നമ്മെ സുഗമമായി യാത്ര ചെയ്യാൻ സഹായിക്കട്ടെ എന്ന് എല്ലാ കുടുംബങ്ങൾക്കും സ്നേഹത്തിൻ്റെ ഈ ജീവിതം തുടരാനുള്ള കൃപ ദൈവം തരട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവമേ ഏവരെയും സ്നേഹപൂർവ്വം മുൻപോട്ട് നയിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ.